നോക്ക്, യേശുവിനെ നോക്ക്. യേശു ആദ്യം തന്നെ ചെയ്തത് ഈ ദർശനത്തിന് അങ്ങ് വ്യക്തത വരുത്തി. തന്നെ കുറിച്ച് പറഞ്ഞ വാഗ്ദാനത്തിന് നമ്മൾ അതിലും നല്ല വാഗ്ദാനം പ്രാപിച്ചവരാ. പക്ഷെ വ്യത്യാസം, നമ്മൾ ആ ദർശനമെടുത്ത് വ്യക്തത വരുത്തുന്നില്ല. യേശു ചെയ്തത്, ശുശ്രൂഷ എല്ലാം തുടങ്ങുന്നതിന് മുൻപ് ലൂക്ക 4:18 അത് കാണാം. യേശു വിളിച്ചു പറയുക, അതും വീട്ടിലിരുന്നല്ല, എല്ലാവരുടെ മുൻപേ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറയുക, ഹല്ലേലൂയ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ എന്നെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അടുത്തത് അവിടെ തന്നെ, ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുവാനും തടവുകാർക്ക് മോചനവും കുരുടന്മാർക്ക് കാഴ്ചയും പ്രാപിക്കുവാനും പീഡിതരെ വിടുവിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഇത് യേശു വിളിച്ചങ്ങ് പറയുക, ദർശനമാ. കർത്താവിന്റെ സ്വീകാര്യമായ സമയം വിളിച്ചു പറയുവാൻ എന്നെ അയച്ചിരിക്കുന്നു. രക്ഷയുടെ കാലം വിളിച്ചു പറയുവാൻ എന്നെ അയച്ചിരിക്കുന്നു. നോക്ക്, 1 യോഹന്നാൻ 1:17 വരുമ്പോൾ നമ്മൾ കാണും, യേശുവിനെ പോലെ നിങ്ങളെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു. വിശ്വാസികളെ യേശുവിനെ പോലെ ആക്കി വെച്ചിരിക്കുക. അതിന്റെ അർത്ഥം, നിങ്ങളെ എന്ന വാക്ക് ശ്രദ്ധിച്ചോ? നിങ്ങളെ, അതിന്റെ അർത്ഥം കർത്താവ് എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളെ, സഭയെ, കർത്താവിന്റെ ശരീരത്തെ. ഇപ്പൊ കർത്താവ് യേശു സ്വർഗത്തിലിരിക്കുക, എന്നാൽ സഭ ഭൂമിയിലാണ്. സഭ എന്നത് അവന്റെ ശരീരമാണ്. അവൻ എങ്ങനെയാണോ ഭൂമിയിലായിരുന്നത്, അവൻ എന്തൊക്കെ കാര്യങ്ങളാണോ ഭൂമിയിൽ ചെയ്തത്, അതേ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ എന്ന് പറഞ്ഞാൽ ആ സഭയെ. ഇത് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഇത് ഒരു വ്യക്തി നിന്ന് ഒറ്റയ്ക്ക് ചെയ്തെടുക്കുകയല്ല. ഒരു കൂട്ടത്തെ, ഒരു സഭയെ കർത്താവ് വിളിച്ചിരിക്കുക. ആ സഭയിലൂടെയാണ് കർത്താവ് എല്ലാം പ്രവർത്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. എഫേസ്യർ 1:23, സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സർവവും അവന്റെ കാൽ കീഴിൽ ആകുവോളം, സർവവും അവന്റെ കാൽ കീഴിൽ ആകുവോളം, സർവവും അവന്റെ കാൽ കീഴിലാണ്. യേശുവിനെ കുറിച്ച് പറയുക, സർവവും അവന്റെ കാൽ കീഴിൽ. യേശു ക്രൂശിൽ പിശാചിന്റെ തല തകർത്ത്, സർവവും അവന്റെ കാൽ കീഴിൽ. യെസ്, എന്നിട്ട് പറയുക, കാൽ കീഴിൽ ആകുവോളം സർവ്വതിനും മീതെ സഭയ്ക്ക് തലയായി നൽകുകയും ചെയ്തു. അത് തൻ്റെ ശരീരവും. ഏത്? ഈ പറഞ്ഞ സഭ തൻ്റെ, യേശുവിൻ്റെ ശരീരവും. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, സഭ യേശുവിൻ്റെ ശരീരം. ഇപ്പൊ വായിച്ചത് മനസ്സിലായോ? സഭ അത് തൻ്റെ, യേശുവിൻ്റെ ശരീരം. അപ്പൊ സഭ എന്താ? യേശുവിൻ്റെ ശരീരം. എന്നിട്ട് പറയുക, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന അവന്റെ പൂർണ്ണതയാകുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എല്ലാം നിറയുന്നത് എങ്ങനെയാ? സഭയിലൂടെയാണ്. സഭയാണ് അവന്റെ പൂർണ്ണത. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന അവന്റെ പൂർണ്ണത സഭയാണ്. യേശുവിന്റെ ശരീരം സഭയാണ്. യേശു സ്വർഗത്തിലായിരിക്കുന്നു, എന്നാൽ സഭ ഭൂമിയിലായിരിക്കുന്നു. അവന്റെ ശരീരം ഭൂമിയിലായിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, നമ്മളെല്ലാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഒരു അവയവത്തിന് ഒറ്റയ്ക്ക് നിന്ന് ഒന്നും ചെയ്യുക സാധ്യമല്ല. ചിലർ അവന്റെ അധരമായി പ്രവർത്തിക്കുന്നു, ചിലർ അവന്റെ കൈകളായി പ്രവർത്തിക്കുന്നു, ചിലർ അവന്റെ കാലുകളായി പ്രവർത്തിക്കുന്നു, ചിലർ അവന്റെ ബുദ്ധിയായി പ്രവർത്തിക്കുന്നു. എല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ സഭ അവന്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നു. എല്ലാത്തിലും എല്ലാ അനുഗ്രഹവും സഭയിലൂടെ വരുന്നു. യേശുവിന്റെ ശരീരമാകുന്ന സഭ, സഭ ഒരു ദർശനത്തിലൂടെ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആദ്യമേ സഭയുടെ ദർശനത്തോട് ചേരണം. യേശുവിന്റെ ശരീരത്തോട് ചേരണം. സഭയ്ക്കൊരു ദർശനമുണ്ട്.
ഹല്ലേലൂയ. ആ ദർശനത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ ദർശനം, കർത്താവിന് നമ്മളെക്കുറിച്ച് ഏൽപ്പിച്ചിട്ടുള്ള വേലകൾ നമ്മൾ ചെയ്യേണ്ടത് ആ സഭയോട് ചേർന്ന്, ശരീരത്തോട് ചേർന്ന് നമ്മൾ ചെയ്തെടുക്കണം. ഹല്ലേലൂയ. എപ്പോൾ ഈ സഭയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ഒരു അവയവം മാറുന്നുവോ, അപ്പോൾ ആ തലയിൽ നിന്ന് ഒന്നും ലഭിക്കാതെയാകും. ആ അവയവത്തിന് പിന്നെ പ്രവർത്തിക്കുക സാധ്യമല്ല. ശരീരമാകുന്ന സഭയോട് ചേർന്ന് തലയിൽ നിന്ന് അവൻ പ്രാപിച്ചുകൊണ്ട് ആ ദർശനം കണ്ടുകൊണ്ട് മുൻപോട്ട് പോകണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള പരമപ്രധാനമായ കർത്താവിൽ നിന്നുള്ള ദർശനം, അത് നമ്മൾ എന്തെന്ന് തിരിച്ചറിയണം. അത് സഭയിലൂടെയാണ് പൂർത്തീകരിക്കുക. അത് ഒറ്റയ്ക്ക് നിന്നൊരു ദർശനത്തിൽ പോവുകയല്ല. ഒരു സഭയിലൂടെ നമ്മളിലൂടെയുള്ള ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. കർത്താവ് വ്യക്തതയോടെ സഭകൾക്ക് നൽകിയ ദർശനം ഞാൻ ഒന്ന് വിളിച്ചു പറയാൻ പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണെന്ന്. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിൽ ശിഷ്യന്മാരുടെ ഇടയിൽ അനേക ദിവസങ്ങൾ താമസിച്ചു. അവരെ ബലപ്പെടുത്തി, അവർക്ക് ദൗത്യം കൊടുത്തു, ദർശനം കൊടുത്തു. ഹല്ലേലൂയ. വ്യക്തതയോടെ പറഞ്ഞു, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കണം. ആദിമ ക്രൈസ്തവ സമൂഹം ചെയ്തത്, അവർ പോകുന്ന സ്ഥലത്ത് ഗലാത്യ സഭ, കൊരിന്തിയ സഭ, ഫിലിപ്പിയ സഭ, അവിടെ എല്ലാം ആ ദർശനത്തെ അവർക്ക് കൊടുത്തു. ആ വ്യക്തികളെല്ലാം ആ ദർശനത്തോട് ചേർന്ന് ദൈവവേലകളിൽ അഭിവൃദ്ധിപ്പെട്ടു വന്നു. എന്താ ദർശനം? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വായിക്കാം, നമുക്ക് ദൈവം തന്ന ദർശനം വായിക്കുക. ഇതുപോലെയുള്ള മോറോർലെസ് ഇതുപോലെയുള്ള പല ദർശനങ്ങളും ഓരോ സഭയ്ക്കും കർത്താവ് നൽകും. ഈ ദർശനം 4 സുവിശേഷങ്ങളിൽ നിന്നും എടുത്തതാ. ഈ ദർശനം യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരോട് ഏൽപ്പിച്ച ദർശനമാ. അതിന് ഒരു മാറ്റവും ഇന്ന് വന്നിട്ടില്ല. ആ ദർശനത്തിൽ തന്നെയാണ് സഭകൾ ഓടേണ്ടത്. ആ ദർശനത്തിൽ തന്നെയാണ് സഭകൾ നിൽക്കേണ്ടത്. ആ ദർശനം നിന്റെ ഉള്ളത്തിൽ ഇല്ലെങ്കിൽ നീ പതുക്കെ സഭയിൽ നിന്ന് വിട്ടുമാറും. നീ പതുക്കെ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുമാറും. നീ പതുക്കെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുമാറും. കാരണം ദർശനമാ നിന്നെ നയിക്കേണ്ടത്. ഹല്ലേലൂയ. എന്താ ദർശനം? വായിക്കുക. പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ വായിക്കുക. ലോകത്തൊക്കെയും പോയി. ഇത് വരുന്നത് മർക്കോസ് 16:15. ലോകത്തൊക്കെയും പോയി യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി സുവിശേഷം അറിയിക്കുകയും സകല ജനതകളെയും ശിഷ്യരാക്കുകയും ചെയ്യുക. ഇതാണ് ദർശനം. ഇതില് ലോകത്തൊക്കെയും പോയി എന്നുള്ളതും സുവിശേഷം അറിയിക്കുക എന്നുള്ളതും മർക്കോസ് 16:15 നിങ്ങൾക്ക് വായിക്കാം. യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞ ആ ദർശനമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ലോകത്തെല്ലായിടത്തും പോയി സുവിശേഷം അറിയിക്കണം. ഹല്ലേലൂയ. എന്നാൽ അതിനു മുൻപ് ഇവിടെ ഒരു വാക്ക് ചേർത്തിട്ടുണ്ട്, യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി. അത് എടുത്തിട്ടുള്ളത് ലൂക്ക 24:48. യേശുവിന്റെ സാക്ഷികളാകണം, എന്നിട്ട് വേണം സുവിശേഷം അറിയിക്കാൻ. എങ്ങനെയാ യേശുവിന്റെ സാക്ഷിയാകുന്നത്? എന്റെ ജീവിതത്തിനൊരു സാക്ഷ്യം വേണം. നോക്ക്, നിന്നെ നോക്കുമ്പോൾ ഇവൻ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, എന്നാൽ ഇവന്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇവൻ പ്രാർത്ഥന എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷെ ഇവൻ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന രീതി എനിക്കറിയാം. നല്ല സാക്ഷിയാണോ? വളരെ നല്ല സാക്ഷിയാണോ? ആണോ? നിങ്ങൾക്ക് ഉറപ്പില്ലേ? ഇത് എല്ലാവരും വളരെ നല്ല പ്രാർത്ഥനയ്ക്ക് പോകുന്ന, യേശുവിന്റെ നാമം നന്നായിട്ട് മഹത്വപ്പെടുവോ? നോക്ക്, ചിന്തിക്ക്. കർത്താവിന്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം കണ്ട് ഒരുവൻ പറയണം, ഓ ക്രിസ്തു യഥാർത്ഥത്തിൽ ജീവിക്കുന്നു. അവൻ ഇങ്ങനെ, പഴയകാലത്തെ കുറിച്ചല്ല, പഴയകാലം എങ്ങനെ ആയിക്കോട്ടെ, കർത്താവിന് അത് വിഷയമല്ല. എന്നാൽ നീ വിശ്വാസത്തിൽ വന്നതിന് ശേഷം, നീ കർത്താവിന്റെ മണവാട്ടിയായ ശേഷം, നീ കർത്താവിന്റെ സഭയോട് ചേർന്നതിന് ശേഷം, നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 2:47, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഭയോട് ചേർന്നേ ആകണം. കാരണം രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാ സഭ. അല്ലാതെ വലിയ കെട്ടിടങ്ങളോ
വലിയ പാരമ്പര്യമോ ഒന്നും അല്ല സഭ. സഭ എന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. ഹല്ലേലൂയ. ആ സഭയോട് ചേർന്ന് നീ പ്രാർത്ഥനയ്ക്ക് വരുന്ന നീ, ആരാധിക്കുന്ന നീ, നിന്റെ ജീവിതത്തിൽ ആ സാക്ഷ്യം വെളിപ്പെടണം. നിന്നെ നോക്കുന്നവൻ പറയണം, അതെ, അവൻ കർത്താവിൽ ആശ്രയിക്കുന്നവനാണ്, അവൻ താഴ്മയുള്ളവനാണ്, അവൻ സ്നേഹമുള്ളവനാണ്, അവൻ കുടുംബത്തെ പോറ്റുന്നവനാണ്, അവൻ കുടുംബത്തെ നയിക്കുന്നവനാണ്, അവൻ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്, അവന്റെ മേൽ ദൈവകൃപയുണ്ട്. അല്ലാതെ പ്രാർത്ഥനയ്ക്ക് നോക്ക്, എത്ര വലിയ അപമാനമാ ദൈവരാജ്യത്തിന് അനേകം പ്രാർത്ഥനക്കാർ വഴി വന്നിട്ടുള്ളത്. ചിലർക്കൊക്കെ പെന്തക്കോസ്ത പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ തന്നെ പോവാൻ താല്പര്യമില്ല. അതിന്റെ കാരണം ജീവിത സാക്ഷ്യമില്ലാതെ അവർ ജീവിച്ചു. പ്രാർത്ഥന ഒരു വശത്ത്, ജീവിതം വേറെ വശത്ത്. അത് സാധ്യമല്ല. അതുകൊണ്ടാണ് ലൂക്ക എഴുതിയത് കർത്താവിന്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ, നിന്നെ കാണുമ്പോൾ ഒരുവൻ പറയും, ക്രിസ്തു ജീവിക്കുന്നു, അവൻ ഉയർത്തി ഇവനിലൂടെ ജീവിക്കുന്നു. അവൻ പണ്ട് ഇങ്ങനെയായിരുന്നു, എന്നാൽ അവന് മാനസാന്തരം വന്നു, അവന്റെ മേൽ ദൈവകൃപ ഇറങ്ങി വന്നു, അവൻ അനുഗ്രഹിക്കപ്പെട്ടു, കർത്താവ് അവനെ വളർത്തി, കർത്താവ് അവനെ അനുഗ്രഹിച്ചു, കർത്താവ് അവനെ സംരക്ഷിച്ചു. ഇതിനെയാണ് ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ചെയ്ത് നടക്കുകയല്ല. അതുകൊണ്ട് ലൂക്ക വ്യക്തമായി എഴുതി, നീ ക്രിസ്തുവിന്റെ സാക്ഷിയാകണം. മരണത്തോളം ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നു എന്നതിന് നീ ഒരു സാക്ഷിയായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദർശനം ഇതാണ്, ലോകത്തൊക്കെയും പോയി യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി സുവിശേഷം അറിയിക്കുകയും സകല ജനതകളെയും ശിഷ്യരാക്കുകയും ചെയ്യുക. ഈ സകല ജനതകളെയും ശിഷ്യരാക്കുക എന്നത് മത്തായി 28-ാം അധ്യായത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് ഒരുമിച്ച് പറയാം നമുക്ക്. ലോകത്തൊക്കെയും പോയി, ഒന്ന് പറയാമോ? യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി സുവിശേഷം അറിയിക്കുകയും സകല ജനതകളെയും ശിഷ്യരാക്കുകയും ചെയ്യുക. ഒരിക്കൽ കൂടി, ലോകത്തൊക്കെയും പോയി യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി സുവിശേഷം അറിയിക്കുകയും സകല ജനതകളെയും ശിഷ്യരാക്കുകയും ചെയ്യുക. ഇത് സഭയ്ക്ക്, നമുക്ക് ഓരോരുത്തർക്കും സഭയോട് ചേർന്ന് ചെയ്യുവാനുള്ള ദൈവം തന്ന ദർശനമാണ്. ഈ ദർശനം നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം നമ്മുടെ ജീവിതം ക്രമീകരിക്കും, നമ്മുടെ സ്വഭാവം ക്രമീകരിക്കും. നമ്മളുടെ സ്വഭാവത്തിൽ താഴ്മ, കോപം മാറ്റുന്ന അവസ്ഥ, കർത്താവിന്റെ വിനയം, കർത്താവിന്റെ സഹിഷ്ണുത, അവന്റെ ക്ഷമ, ഇതെല്ലാം വെളിപ്പെടണം. ഒരാൾ നോക്കുമ്പോൾ, ഓ, അവൻ ക്രിസ്തുവിന്റെ സാക്ഷിയാണ് എന്ന് പറയണം. അനേകരോട് വചനം പറയണം, അനേകരോട് സുവിശേഷം അറിയിക്കണം. നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാ പറയുന്നത്. നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാ പറയുന്നത്. ഇനി ഇതിന് ദൗത്യമുണ്ട്. ഞാനൊരു ദർശനമാ വായിച്ചത്. ദൗത്യം ആദ്യത്തെ ലൈൻ തന്നെ എന്താന്ന് വെച്ചാൽ, ഒന്ന് വേഗത്തിൽ വായിക്കാം. ദൈവസഭയോട് ചേർന്ന് പരിശുദ്ധാത്മ ശക്തിയാൽ അന്യായ ബന്ധനങ്ങളെയും നുകത്തിന്റെ അമിക്കയറുകളെയും അഴിക്കുക. അങ്ങനെ പോവുക. അതായത് നമ്മൾ ചെയ്യേണ്ട വേലകൾ, പിശാചിന്റെ ബന്ധനങ്ങൾ അഴിക്കുക, സൗഖ്യമാക്കുക, ദൈവത്തിന്റെ ദിവസം വിശുദ്ധമായി ആചരിക്കുക, അങ്ങനെയുള്ള ദൗത്യങ്ങളുണ്ട്. എന്നാൽ ദൗത്യത്തിൽ ആദ്യം തന്നെ സഭയോട് ചേർന്ന് ഇതെല്ലാം ചെയ്യുന്നത്. സഭയ്ക്ക് കീഴ്പ്പെട്ട് ശിഷ്യത്വത്തിൽ നിന്ന് നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യുമ്പോൾ ആദ്യം ചെറിയ കാര്യമേ ഏൽപ്പിക്കുകയുള്ളൂ. ആദ്യം കുറച്ച് നാൾ ഒന്നും ഏൽപ്പിക്കില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആദ്യം കുറച്ച് നാള് പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ഒന്നും ഏൽപ്പിക്കില്ല. കാരണം എന്താ? ഒന്നും ഏൽപ്പിക്കാൻ പറ്റില്ല. ആദ്യം സഭയോട് ചേരണം. സഭയുടെ ഉപദേശത്തോട്, കൂട്ടായ്മയോട് ഒക്കെ ചേർന്ന് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഏൽപ്പിച്ചു തുടങ്ങുമ്പോൾ ആ ഏൽപ്പിച്ചതിൽ വിശ്വസ്തത കാണുമ്പോൾ കൂടുതൽ ഏൽപ്പിക്കും. അങ്ങനെയാണ് സഭയോട് ചേർന്ന് ഈ ദൗത്യം, ഈ ദർശനം പൂർത്തീകരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യുകയല്ല. നോക്ക്, സഭ, ദൈവം ഒരു ദർശനം തന്നിട്ടുള്ളത് എല്ലാവരെയും ഒരുമിച്ച് സംരക്ഷണത്തിൽ
കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി വേല ചെയ്യാനാ. അതേസമയം സഭ അറിയാതെ, സഭയിൽ ബന്ധമില്ലാതെ എന്തെങ്കിലും പോയി ചെയ്താൽ അവിടെ ശരീരത്തിന്റെ സംരക്ഷണമില്ല, അവിടെ ദൈവത്തിനൊരു നല്ല സാക്ഷ്യമില്ല. അവിടെയൊക്കെയാണ് കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടയാകുന്നത്. അപ്പോൾ ദർശനം എന്നത് വളരെ പ്രാധാന്യമാണ്. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവിനൊരു ദർശനമുണ്ട്. ആ ദർശനം ഒറ്റയ്ക്ക് നിന്ന് ചെയ്തെടുക്കുവാൻ ആർക്കും സാധ്യമല്ല. അത് ഒരു സഭയോട് ചേർന്ന്, സഭയുടെ കൂട്ടായ്മ പ്രാർത്ഥനകളിൽ വേഗം നിങ്ങൾ വരണം. എല്ലാ മീറ്റിങ്ങിലും പറ്റുമെങ്കിൽ എല്ലാ മീറ്റിങ്ങിലും കടന്നു വരണം. എന്തിനാ? ആ ഉപദേശത്തോട് ചേരാൻ, കൂട്ടായ്മയോട് ചേരാൻ. എന്നിട്ട് ഓരോന്ന് ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ദേവദാസന്മാർ ഏൽപ്പിക്കുന്നത് ചെയ്തു തുടങ്ങുമ്പോൾ കർത്താവിൽ ഫലം കായ്ച്ചു തുടങ്ങും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല. എന്നിട്ട് പറയുക എന്തിനാ തെരഞ്ഞെടുത്തതെന്ന്. അതേ വചനത്തിൽ പറയുക, നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഫലം കായ്ക്കേണ്ടതിന് നിയോഗിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ ഉണ്ടാകും. അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ രോഗികളെ സൗഖ്യമാക്കും. യേശു പറഞ്ഞ പോലെ അതേ വചനം, പരിശുദ്ധാത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ. എന്നെ വിളിച്ചിട്ടുള്ള അതിനാ. സഭയോട് ചേർന്ന് ഞാൻ ചെയ്യേണ്ടത് അതാ. അനേകം ജനതകളെ ശിഷ്യരാക്കുവാൻ എന്നെ വിളിച്ചിട്ടുള്ളത് അതാ, അതിനുവേണ്ടിയാ. ഞാൻ സഭയോട് ചേർന്ന് ആദ്യം ശിഷ്യനായി, പിന്നീട് അനേകരെ ഞാൻ ശിഷ്യരാക്കണം, അനേകർക്ക് ഞാൻ വചനം പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു ദർശനം ദൈവം നിന്റെ മുൻപിൽ വെച്ചിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്ന ഈ ദർശനം നോക്ക്. അബ്രഹാമിനെ നയിച്ചത് ഈ ദർശനമാണ്. അബ്രഹാം ദർശനം പൂർത്തീകരിച്ചു. അബ്രഹാമിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. കെടാതെ എല്ലാ പ്രതികൂലങ്ങളിലും അബ്രഹാം തൻ്റെ വാഗ്ദാനം, ദർശനം കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് ഐസക്കിലൂടെ യേശു ജനിച്ചു. യേശുവിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. മോശ എത്രയോ പ്രതികൂലങ്ങൾ ഉണ്ടായി, ദർശനം കാത്തു സൂക്ഷിച്ചു. അവനിലൂടെ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തെത്തി. ഹല്ലേലൂയ. ദാവീദ് എത്രയോ പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും ഇസ്രായേലിന്റെ രാജാവായി വാണു. ഹല്ലേലൂയ. യോസഫ് ഉന്നത സ്ഥാനങ്ങളിലെത്തി. നിനക്ക് ദൈവം തന്ന ദർശനം, നീ ആയിരിക്കുന്ന സഭയുടെ ദർശനം, അത് നീ വേഗത്തിൽ പിടിച്ചെടുക്കണം. അത് നിന്റെ ഉള്ളത്തിൽ നീ സംഗ്രഹിക്കണം. അനേകരെ ശിഷ്യരാക്കുവാനുണ്ട്, അനേകരോട് സുവിശേഷം പറയുവാനുണ്ട്. എന്നാൽ കർത്താവ് ആ സഭയോട് ചേർത്തതിന് അനുസരിച്ച് ഞാൻ നിൽക്കണം. നോക്ക്, നീ എങ്ങനെ ഓടുന്നു എന്നുള്ളതല്ല. വചനം പറയുന്നു, അനേകർ ഓടുന്നു, എന്നാൽ ചട്ടപ്രകാരം ഓടാത്തവൻ വിരുദ് പ്രാപിക്കുകയില്ല. ചിലർ ചിന്തിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്താൽ മതി എന്നാ. നോ, അതിന് കർത്താവിൻ്റെ നിയമങ്ങളുണ്ട്. വചനം 2 തിമോത്തി 2:4. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിനോ യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായ്കയിൽ കിരീടം പ്രാപിക്കയില്ല. സ്തോത്രം. ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ, ഓടിയില്ലെങ്കിൽ വിരുദ് പ്രാപിക്കുകയില്ല. സഭയോട് ചേർന്ന്, സഭയുടെ ചട്ടങ്ങൾ, സഭയുടെ ഉപദേശത്തിന് കീഴ്പ്പെട്ട്, സഭ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ ചെയ്ത് വളർന്ന് പിന്നീട് വലിയ ശാഖകളായി, അങ്ങനെ ചട്ടപ്രകാരമാണ് ഈ മല്ല് കെട്ടിയവൻ പോരാടേണ്ടത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദർശനത്തിന് പ്രാധാന്യമുണ്ട്. നമ്മളെ നടത്തുന്നത് അതാണ്, നമ്മളെ ഒരുമിച്ച് നിർത്തുന്നത് അതാണ്, നമ്മളെ വളർത്തുന്നത് അതാണ്. പ്രതികൂലങ്ങളെ നമ്മൾ ജയിക്കുന്നത് ദർശനത്താലാണ്. ഹല്ലേലൂയ.